അണ്ടർ പ്രിപ്പറേഷൻ പോലെ തന്നെ അപകടമാണ് ഓവർ പ്രിപ്പറേഷൻ. നമുക്ക് എന്താണോ ആവശ്യം അതാണ് വേണ്ടത്. അപ്പം അഡ്വാൻസ്ഡ് കിട്ടാൻ നമുക്ക് കീം ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ പോരാ, പക്ഷെ അഡ്വാൻസ്ഡ് കിട്ടാൻ നമുക്ക് ഒളിമ്പ്യാഡ് ലെവലിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഫിസിക്സിൽ ഇപ്പോൾ ഒരു പേപ്പറിൽ 16 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ 16 ക്വസ്റ്റ്യനും ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. അതിൽ 2-3 ക്വസ്റ്റ്യനെ അല്പം ടഫായിട്ട് വരത്തുള്ളൂ. അത് ആ ടോപ്പേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ് തീർച്ചയായിട്ടും. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും കുറച്ചുകൂടെ താഴോട്ട് നിൽക്കുന്ന നിലവാരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. ഈസി ക്വസ്റ്റ്യൻസും ആവറേജ് ക്വസ്റ്റ്യൻസും എബോ ആവറേജ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി, അതായത് IITക്ക് നല്ല ഹൈ റാങ്ക് 1000 റാങ്കിനകത്തൊക്കെ വരണമെന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടി സാധാരണ കീപ്പ് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സാധനമാണ് എറർ ബുക്ക്. ഈ അഡ്വാൻസ്ഡ് പരീക്ഷ ഒരു ഫോർമുല ബേസ്ഡ് പരീക്ഷയല്ല. കാരണം 15 ഫിസിക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് IIT അഡ്വാൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ 15 ക്വസ്റ്റ്യനകത്ത് 13 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഇരുന്ന് തയ്യാറാക്കേണ്ടി വരും. സ്ഥിരം നിങ്ങളോട് പറയുന്നതാണ്, ഒരു ഫിസിക്സിൽ ഒരു പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് അതിൽ മാത്തമാറ്റിക്സിനല്ല പ്രാധാന്യം, അതിനകത്തുള്ള ഫിസിക്സ് കോൺസെപ്റ്റിനാണ് പ്രാധാന്യം. ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 3ാമത്തെ സ്റ്റേജ് മാത്രമാണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആ ഫിസിക്കൽ പിക്ചർ തയ്യാറാക്കണം. ആ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്ന ഐഡിയ വെച്ച് റഫ് ആയിട്ടെങ്കിലും ഒരു ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം. ജെയ് മെയിനും ജെയ് അഡ്വാൻസിനും ഏകദേശം ഒരേ കോൺസെപ്റ്റുകൾ തന്നെയാണ് വരുന്നത്. ആകെയുള്ള ഒരു വ്യത്യാസം, ജെയ് മെയിൻ്റെ കേസിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺസെപ്റ്റ് ഉപയോഗിച്ച് പല ക്വസ്റ്റ്യൻസും ചെയ്യുന്നു. ജെയ് അഡ്വാൻസ്ഡിൽ 2ഉം 3ഉം ചാപ്റ്ററിൽ വരുന്ന കോൺസെപ്റ്റുകളെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഞാൻ രാവിലെ ക്ലാസ്സിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ മനുഷ്യരുടെ ഈ ഗ്രാഫ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും എക്സ്പോണൻഷ്യൽ രീതിയിലാണ് പോകുന്നത്. എക്സ്പോണൻഷ്യൽ ഗ്രാഫിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അതിന് ഇനിഷ്യലി സ്ലോപ്പ് വളരെ വലുതാണ്, പക്ഷെ അങ്ങോട്ട് പോകുന്നൊരു സ്ലോപ്പ് കുറഞ്ഞ് ഗ്രാഫ് ഫ്ലാറ്റ് ആവും. ഏറ്റവും അവസാനം ആ ഗ്രാഫ് എന്ന് പറയുന്ന 0 സ്ലോപ്പ് തരുന്ന രീതിയിലേക്ക് സ്റ്റഡി വാലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്. ഏത് കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ വളരെ ഇന്റൻസിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഭയങ്കരമായിട്ട് നമ്മൾ അതിലേക്ക് ഇൻവോൾവ് ആവുകയും വർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ സമയം കഴിഞ്ഞ് പോകുന്നതോറും നമ്മുടെ ആ ഒരു ഇത് കുറയും, നമുക്ക് അതിനോടുള്ള താല്പര്യം കുറയുകയും പെർഫോമൻസ് കുറയുകയും ചെയ്യും. അവസാനം ഒട്ടും പെർഫോം ചെയ്യാത്ത ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. നമ്മൾ ആ സ്ലോപ്പ് 0 ആയി പോകുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അത് പാടില്ല. ശരിക്കും നമ്മുടെ സ്ലോപ്പ് എപ്പോഴും സ്റ്റഡി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പഠിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം ക്ലാസ് തീരുന്ന നവംബർ 15-ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോയി പഠിക്കേണ്ടത്. ആ കൺസിസ്റ്റൻസി തീർച്ചയായിട്ടും ത്രൂ ഔട്ട് നിങ്ങൾ നിലനിർത്തേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അപ്പോൾ അതും ഞാൻ രാവിലെ ക്ലാസ്സിൽ പറയുന്നത് എല്ലാവരും പറയാണ്. അപ്പോൾ ഒരിക്കലും ഇന്നും നാളെയും മറ്റന്നാളും അടുത്ത ആഴ്ചയും അടുത്ത മാസവും അതിൻ്റെ അടുത്ത മാസവും എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ തന്നെയാണ് പഠിക്കേണ്ടത്. നമ്മൾ തീർച്ചയായിട്ടും ആ ടോപ്പിക്ക് പെൻഡിങ് ഇടാതെ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ശ്രമിക്കേണ്ടതല്ല, നടത്തേണ്ടതാണ്. ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു വാക്കില്ല ഇവിടെ. നമ്മൾ തീർച്ചയായിട്ടും അത് നടത്തി കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓൾ ഇന്ത്യ റാങ്കുകൾ, അപ്പം പിന്നെ വേറെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ഫിസിക്സിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സാർ എത്രത്തോളം മെറ്റീരിയലുകൾ പഠിക്കണം, എത്ര ക്വസ്റ്റ്യൻ ഡെയിലി ചെയ്യണം, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി കുട്ടികൾ വന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽ പഠിക്കണം, എത്രത്തോളം പഠിക്കണം, എത്ര ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഇനിഷ്യലി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ റിപ്പീറ്റഡായിട്ട് നമ്മൾ ഈ പറയുന്ന IIT അഡ്വാൻസ്ഡ് പോലുള്ള കോഴ്സുകൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ശരിക്കും നമ്മൾ ആദ്യത്തെ 1 മാസം പോലുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ആദ്യത്തെ 1 മാസമല്ല, തുടക്കത്തിൽ ഒരു ചാപ്റ്റർ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സാറ് വന്നിട്ട് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പം ആദ്യം തുടങ്ങുന്ന സമയത്തെ നിങ്ങൾ അതിൻ്റെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ നോക്കരുത്. അങ്ങനെ ചെയ്യാൻ നോക്കരുത്. PYQs കഴിയുന്നത് നോക്കരുത്. തുടക്കത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ കയറി അഡ്വാൻസ് ലെവൽ PYQs ഒന്നും ചെയ്യാനൊന്നും നോക്കരുത്. കാരണം PYQs ഒക്കെ മിക്കതും മൾട്ടി കോൺസെപ്റ്റുകളായിരിക്കും. മൾട്ടി കോൺസെപ്റ്റ് മിക്സിംഗ് ആയിരിക്കും നമുക്ക് ശരിക്കും അവിടെ വരിക. മൾട്ടി ലെവലിലായിരിക്കും അവിടെ മിക്സിംഗ് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എടുക്കുന്ന സമയത്ത് നമ്മൾ തുടക്കത്തിൽ ക്ലാസ്സിൽ സാർ എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ കോൺസെപ്റ്റും അതിൻ്റെ സിമ്പിൾ ലെവൽ പ്രോബ്ലംസ് ചെയ്ത് ആ കോൺസെപ്റ്റിനെ നമ്മുടെ കൺട്രോളിലാക്കാനാണ് ആദ്യം നോക്കേണ്ടത്. നമ്മൾ വണ്ടി ഓടിക്കാനൊക്കെ പഠിക്കുമ്പോൾ ആദ്യം വണ്ടിയെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനാണ് പഠിക്കേണ്ടത്. എന്നിട്ട് വേണം അതിൽ സ്പീഡും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇനിഷ്യലി ചാപ്റ്റർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പോയി പഠിക്കുകയും ആ കോൺസെപ്റ്റുകൾ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടെത്തിക്കുകയും വേണം. അതിനുശേഷം അതിൻ്റെ അപ്ലൈഡ് സെൻസിൽ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ആദ്യമേ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത ലെവൽ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് മീൻസ് ഒരു ജെയ് മെയിൻ സ്റ്റൈലിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത്.
അപ്പോൾ അങ്ങനെയെല്ലാം വന്ന് ചാപ്റ്റർ ഫുള്ളി നമ്മുടെ കൺട്രോളിലായി. ഇനി നമുക്ക് അതിനകത്ത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഫുള്ളാണ്, ഇനി ഇതിൽ വേറെ കോൺസെപ്റ്റ് നമുക്ക് സംശയമില്ല എന്ന് തോന്നിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അഡ്വാൻസ് ലെവലുള്ള ബുക്കുകൾ ലൈബ്രറിയിൽ നിന്നും നമ്മുടെ മെറ്റീരിയൽസ് ആയിട്ടൊക്കെ എടുത്ത് ചെയ്യാനും ഒക്കെ പാടുള്ളൂ. അത് അതിൻ്റെ തേർഡ് സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ആയി കിട്ടും. ഒരുപക്ഷെ നമുക്ക് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ 10 ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യനെ കിട്ടുന്നുണ്ടാവുള്ളൂ, ബാക്കി 8 ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരികയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ഈ 10 ക്വസ്റ്റ്യനിൽ നിന്ന് 2 കിട്ടുന്ന 3 ആവും, 3 5 ആവും, 5 6 ആവും, അങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു 10 ക്വസ്റ്റ്യൻ 7-8 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ പഠിച്ചു പോയാൽ നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്ന 500 താഴേക്ക് വരുന്ന രീതിയിലേക്ക് നമ്മൾ എത്തും. അപ്പം ഞാൻ 10ൽ 10 ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് പറയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. പിന്നെ അതും കഴിഞ്ഞ് നമ്മുടെ തരുന്ന മെറ്റീരിയൽസും അതുപോലെ ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്കുകളൊക്കെ ചേർന്നുള്ള അഡ്വാൻസ്ഡ് ടോപ്പിക്കുകളും അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ PYQ നോക്കാൻ പാടുള്ളൂ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ വേണ്ടിയല്ല, ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഓരോ ചാപ്റ്ററിൽ നിന്ന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ JEE അഡ്വാൻസ് 2026 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ ആ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല കുറേ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സ്ഥിരം നോക്കുകയും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻ എവിടെ നിന്നൊക്കെ വരുന്നു ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇന്ന ടോപ്പിക്കിൽ നിന്ന് ഇവിടെ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട് ഫിസിക്സിൽ. അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് കാണുന്ന ഒരു ചാപ്റ്റർ. പക്ഷേ എല്ലാ വർഷവും അതിൽ നിന്ന് 2, 3, 4 ക്വസ്റ്റ്യൻസ് IIT അഡ്വാൻസ് പരീക്ഷയ്ക്ക് 2 പേപ്പറിൽ നിന്ന് ചോദിക്കും. ഈ വർഷം വരെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസും എററും ഐഡിയാസ് എല്ലാം കൂടെ ചേർന്നിട്ട് 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിച്ച് നോക്കാം. മൊത്തമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 32, ഈ വർഷം 34 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. 4 ക്വസ്റ്റ്യൻ ഒറ്റ ചാപ്റ്ററിൽ നിന്നാണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ, അതും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഓരോരുത്തരും പാറ്റേൺ ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഓരോ ചാപ്റ്ററിലും എത്രത്തോളം റെലവൻ്റ് ആണ്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും, അവിടെ തന്നെ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ രീതി കിട്ടും. മാത്രമല്ല പല PYQസും മൾട്ടി കോൺസെപ്റ്റ് ആയിരിക്കും. ഈ വർഷം അഡ്വാൻസ് എഴുതിയവർക്കറിയാം, നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ ടാങ്കിനകത്ത് ലിക്വിഡ് നിറച്ചിട്ട് അതിൻ്റെ കപ്പാസിറ്റൻസ് അറേഞ്ച്മെന്റ് ആക്കി മാറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തോന്നിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ മൾട്ടി കോൺസെപ്റ്റുകൾ മിക്സ് ചെയ്യാൻ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു, പക്ഷേ നിങ്ങൾ കപ്പാസിറ്റൻസ് പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ PYQ എടുക്കുമ്പോൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഒരു ക്വസ്റ്റ്യൻ വരുന്നല്ലോ, ഇതങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് മൾട്ടി കോൺസെപ്റ്റ് ആണ്, കോൺസെപ്റ്റുകൾ മിക്സ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് സ്ട്രെയിൻഡ് ആവും, അയ്യോ ഇതെനിക്ക് കിട്ടുന്നില്ലല്ലോ, ഞാൻ ഇത്രയും നന്നായിട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊരു ചിന്ത വരും. അതാണ് ഞാൻ പറയുന്നത്, PYQ ഷുഡ് ബി അറ്റംപ്റ്റഡ് ലാസ്റ്റിൽ വേണം നോക്കാൻ. കാരണം PYQ മനസ്സിലാക്കും. ഈ IITയുടെ പ്രത്യേകത അതിൽ കഴിയുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചോദിക്കില്ല. തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന പോലെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പരീക്ഷയ്ക്കും വരുന്നത്. അപ്പോൾ പാറ്റേൺ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ടോപ്പിക്. ഇപ്പോൾ റൊട്ടേഷൻ എന്നുള്ള ചാപ്റ്റർ എടുത്താൽ റിജിഡ് ബോഡി ഡൈനാമിക്സ് എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്ന് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം വെച്ചും മറ്റൊന്ന് റോളിംഗ് മോഷൻ വെച്ചുമാണ്. ഈ വർഷത്തെ JEE അഡ്വാൻസ് പേപ്പർ നോക്കൂ, ഈ 2 ടോപ്പിക്കിൽ തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പിന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേഷനുമായി റിലേറ്റ് ചെയ്ത ഒരു മെട്രിക്സ് മാച്ചും ഈ വർഷം വന്നായിരുന്നു. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുപോലെ എപ്പോഴും പറയും ഹീറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഈ തെർമോഡൈനാമിക്സിലെ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യനും ഈ തെർമോഡൈനാമിക്കൽ സിസ്റ്റംസുമായിട്ടും ഗ്രാഫുകളുമായിട്ടും റിലേറ്റഡ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലും അറിയാം നമുക്ക് ഗ്രാഫ് റിലേറ്റഡ് ആയിട്ടാണ് തെർമോഡൈനാമിക്സിൽ 2 ക്വസ്റ്റ്യൻസ് വന്നത്. പിന്നെ ഹീറ്റ് എഞ്ചിൻ്റെ ഐഡിയ വെച്ചൊരു ക്വസ്റ്റ്യൻ, പിന്നെ ഒരു തെർമോഡൈനാമിക്കൽ സിസ്റ്റം സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടോപ്പിക്സ് പഠിച്ചു, അത്യാവശ്യം പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതിൽ ഏത് ടോപ്പിക്കിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ എംഫസിസ് കൊടുത്തിട്ട് അവിടെയുള്ള കൂടുതൽ ഹാർഡർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കലാണ് വേണ്ടത്. അപ്പോൾ PYQ ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയല്ല, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് എന്നാണ്. IIT ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത ഞാൻ JEE അഡ്വാൻസിന് കണ്ടിട്ടുള്ളത്, അവർ ഈ ചാപ്റ്ററിന്റെ ബൗണ്ടറീസിൽ നിന്ന് വലുതായിട്ട് ടോപ്പിക്കിലെടുത്ത് ക്വസ്റ്റ്യൻസ് ഇടാറില്ല. അവർ ആ ചാപ്റ്ററിനകത്തുള്ള മെയിൻ കോണ്ടന്റുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ ഗോസസ് ലോ, പൊട്ടൻഷ്യൽ പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതനുസരിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ബുക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രാക്ടീസ് ചെയ്യുന്ന ബുക്കുകൾ പലപ്പോഴും ഈ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ അനാവശ്യം, അതായത് ഈ അണ്ടർ പ്രിപ്പറേഷൻ പോലെ തന്നെ അപകടമാണ് ഓവർ പ്രിപ്പറേഷൻ. നമുക്ക് എന്താണോ ആവശ്യം അതാണ് വേണ്ടത്. അപ്പോൾ അഡ്വാൻസ്ഡ് കിട്ടാൻ നമുക്ക് കീം ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ പോരാ, പക്ഷെ അഡ്വാൻസ്ഡ് കിട്ടാൻ നമുക്ക് ഒളിമ്പ്യാഡ് ലെവലിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും അഡ്വാൻസ് ലെവൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുപോകാൻ.
ചില ബുക്കുകളൊക്കെയാണ്, നല്ല ബുക്കുകളൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ബുക്കുകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ പിരിഡോ സീരീസിൻ്റെ ബുക്കുകൾ, പാത്ത് ഫൈൻഡർ സീരീസിൻ്റെ ബുക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല ബുക്കുകളുമുണ്ട്. ഇതിനൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ഒത്തിരിയുണ്ട്. പക്ഷേ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ അത്തരം ബുക്കുകളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒളിമ്പിയാഡ് റിലേറ്റഡ് ആണ്. ഈ ഒളിമ്പിയാഡ് റിലേറ്റഡിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഈ അഡ്വാൻസിന് പരീക്ഷ നടത്തുന്നത് തീർച്ചയായിട്ടും ഒബ്ജക്റ്റീവ്, ഇൻഡിജർ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ക്വസ്റ്റിന് വ്യക്തമായ ആൻസർ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ മെത്തേഡിലൂടെ പ്രൊസീഡ് ചെയ്ത് ആൻസറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ഒളിമ്പിയാഡ് പോലുള്ള പരീക്ഷകൾ കൂടുതലും ഡിസ്ക്രിപ്റ്റീവ് മാനറിലാണ് ഫൈനൽ പരീക്ഷകൾ നടത്തുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് മാർക്ക് കിട്ടും. അതായത് ഞാൻ ഇങ്ങനെ ഒരു അപ്രോച്ച് എടുത്തിരിക്കുകയാണ്, ഈ രീതിയിൽ അപ്രോക്സിമേഷൻ കൊടുത്താണ് ഞാൻ പ്രൊസീഡ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും. കാരണം നമ്മുടെ അപ്രോക്സിമേഷൻ ശരിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒളിമ്പിയാഡ് പോലുള്ള പരീക്ഷകളുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ദേ ആർ യൂസിങ് മോർ അപ്രോക്സിമേഷൻസ് ദാൻ റിയൽ തിയറി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ മെയിൻ, അതായത് നമ്മുടെ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതേസമയം അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്ക് എക്സാക്ട് തിയറി ഫോളോ ചെയ്യുന്ന, പ്രത്യേകിച്ച് വലിയ അപ്രോക്സിമേഷൻ ഉപയോഗിക്കാത്ത ഡയറക്റ്റ് കോൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. അത്തരം ക്വസ്റ്റ്യൻസ് അത്തരം ബുക്കുകളിൽ നിന്ന് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഒളിമ്പിയാഡ് ലെവലുള്ള ബുക്കുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതേസമയം തീരെ ലെവൽ കുറഞ്ഞെന്ന് മീൻസ് അങ്ങനെയല്ല, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ബുക്കുകൾ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പം നിങ്ങൾക്ക് നമ്മുടെ സെൻറ്ററിൽ നിന്ന് റെഫറൻസ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഈ റെഫറൻസ് മെറ്റീരിയൽ തന്നെ നോക്കിയാൽ നമുക്ക് അതിനകത്ത് ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ പല ബുക്കുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നതാണെങ്കിലും തീർച്ചയായിട്ടും അതിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് ക്ലാസ് നോട്ടുകൾ പഠിച്ച് ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യനും മെറ്റീരിയലൊക്കെ നോക്കിയിട്ട് ഈവൻ നമുക്ക് കിട്ടുന്ന സമയത്ത് ആ റെസണൻസ് ക്വസ്റ്റ്യൻസ് തന്നെ കംപ്ലീറ്റ് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, ഫിസിക്സിന് ഇപ്പോൾ ഒരു പേപ്പറിൽ 16 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ 16 ക്വസ്റ്റ്യനും ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. അതിൽ 2-3 ക്വസ്റ്റ്യനെ അല്പം ടഫായിട്ട് വരത്തുള്ളൂ. അത് ആ ടോപ്പേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ് തീർച്ചയായിട്ടും. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ തീർച്ചയായിട്ടും കുറച്ചുകൂടെ താഴോട്ട് നിൽക്കുന്ന നിലവാരത്തിലുള്ള ക്വസ്റ്റ്യനാണ്. ഈസി ക്വസ്റ്റ്യൻസും ആവറേജ് ക്വസ്റ്റ്യൻസും എബോ ആവറേജ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ പല എക്സാമ്പിൾസും വേണമെങ്കിൽ ഈ വർഷത്തെ പേപ്പർ എടുത്താൽ തന്നെ നമുക്ക് പറയാനൊക്കെ. അപ്പം അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ടാർഗറ്റ് ചെയ്ത് പഠിച്ചാൽ പോലും നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1000-നകത്തോ ഒക്കെ വരുന്നതിന് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റെഫറൻസ് മെറ്റീരിയൽ, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റെഫറൻസ് മെറ്റീരിയലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ബുക്കുകളും ഒക്കെ തന്നെ ഇനഫാണ്. ഒരു കണക്കിന് നോക്കിയാൽ നമുക്ക് IIT അത്യാവശ്യം ഒരു നല്ല റാങ്ക് ക്രാക്ക് ചെയ്യുന്നത്. അല്ല, നമ്മൾ വലിയ വലിയ ബുക്കുകളൊക്കെ നോക്കി അതിനകത്ത് പലതും മനസ്സിലാകാത്ത ഒരുപാട് കോൺസെപ്റ്റുകൾ എഴുതിയിരിക്കുമ്പോൾ അതിന് പുറകെ നടന്ന് സമയം കളയുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് പ്രയോജനവുമില്ല, നമ്മുടെ സമയം അത് ഒരുപാട് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആ പ്രിപ്പറേഷൻ ഒരുപാട് ഹൈ ലെവലിലുള്ള ഒളിമ്പിയാഡ് ലെവലിലുള്ള ബുക്കുകളിൽ നിന്ന് മാറ്റി ശരിക്കും അഡ്വാൻസിന് വേണ്ടിയുള്ള നമുക്ക് ഒരുപാട് ബുക്കുകൾ തന്നെ പറയാൻ നോക്കും. ഒരുപാട് ബുക്കുകൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗാലക്സി സീരീസ് ഒക്കെ വളരെ നല്ല ബുക്കുകളാണ്. ഫിസിക്സ് ഗാലക്സി സീരീസ് ഒക്കെ വളരെ നല്ല ബുക്കുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻഗേജിന്റെ പബ്ലിക്കേഷന്റെ ബുക്കുകളും അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടന്റ് ഉള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ബുക്കുകളാണ്. ആ ബുക്കുകളൊക്കെ നോക്കാം. പിന്നെ മഗ്രാഹിൽ പബ്ലിക്കേഷന്റെ ബുക്കുകൾ, അതിനകത്തും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നല്ല രീതിയിൽ അല്പം വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ കോൺസെപ്റ്റുകൾ ഒരുപാട് മിക്സ് ചെയ്തുള്ള രീതിയിൽ കോൺസെപ്റ്റ് ഓവറായി പോകാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ബുക്കുകൾ ലൈബ്രറികൾ അവൈലബിൾ ആണ്. അത്തരം ബുക്കുകളിലേക്ക് നമുക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് പ്രോബ്ലംസ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിവിടെ പറയാനുള്ളത് ഈ പരീക്ഷയ്ക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്സിനെ കുറിച്ചാണ്, എറേഴ്സിനെ കുറിച്ചാണ്. ഈ എറേഴ്സിനെ കുറിച്ചിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എറേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സംഭവിക്കുന്ന സില്ലി മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെയാണ്. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി, അതായത് IITക്ക് നല്ല ഹൈ റാങ്ക് 1000 റാങ്കിനകത്തൊക്കെ വരണമെന്ന് ആഗ്രഹമുള്ളൊരു കുട്ടി സാധാരണ കീപ്പ് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സാധനമാണ് എറർ ബുക്ക് എന്ന് പറയുന്നത്. എറർ ബുക്ക് എന്ന് പറയുന്നത് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്, ടോപ്പ് റാങ്കേഴ്സ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് എറർ ബുക്ക് എന്ന് പറയുന്നത്. ഈ എറർ ബുക്കിനകത്ത് നമുക്ക് എവിടെയൊക്കെ മിസ്കോൺസെപ്റ്റുകൾ സംഭവിക്കുന്നു, നമുക്ക് ഒരിക്കൽ മിസ്കോൺസെപ്റ്റ് സംഭവിച്ചാൽ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള കൂടുതലാണ്. എവിടെയൊക്കെ മിസ്കോൺസെപ്റ്റുകൾ സംഭവിക്കുന്നു, പിന്നെ സൈൻ കൊടുക്കുമ്പോൾ എവിടെയൊക്കെ മിസ്റ്റേക്കുകൾ വരുന്നു, ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം. ആ എറർ ബുക്കിനകത്ത് നമുക്ക് ഈ സൈൻ കൊടുക്കുമ്പോൾ എവിടെയൊക്കെ മിസ്റ്റേക്കുകൾ വരുന്നു, മിസ്കോൺസെപ്റ്റുകളിലൂടെ എവിടെ നമ്മൾ പ്രോബ്ലം തെറ്റുന്നു, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്താൽ കിട്ടാത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടില്ല, ആ കിട്ടാത്ത ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആ എറർ ബുക്കിനകത്ത് എഴുതി വെക്കാം. ആ ടീച്ചേഴ്സിന് വഴിയോ ഏതെങ്കിലും രീതിയിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സോൾവ് ചെയ്ത സൊല്യൂഷൻ നമുക്ക് അതിനകത്ത് വെക്കാം. കാരണം നമുക്ക് എറർ ബുക്കിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതിങ്ങനെ ആഡ് ചെയ്ത് വരും. ഓരോ ആഴ്ച കഴിയും തോറും ഈ എറർ ബുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് വരും. അതായത് നമുക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാത്ത സ്ഥലങ്ങൾ, സൈൻ കൊടുക്കുമ്പോൾ തെറ്റിപ്പോകുന്ന സ്ഥലങ്ങൾ, നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം തന്നെ ആ എറർ ബുക്കിനകത്ത് കൊണ്ടുവരാമെങ്കിൽ
നിങ്ങൾക്ക് എല്ലാ സൺഡേയും ഈ എറർ ബുക്ക് നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് അവിടെ മിസ്റ്റേക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സൺഡേയിൽ നമ്മൾ ഈ എറർ ബുക്ക് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ആ എറർ ബുക്ക് എപ്പോഴും നമുക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. കാരണം ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ഈ എറർ ബുക്കിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ കൺഫ്യൂഷനിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുക. അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് വന്നാൽ, പലപ്പോഴും കുട്ടികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, തെറ്റായ രീതിയിൽ സൈൻ കൊടുക്കുക മിക്ക കുട്ടികളുടെ ഒരു വലിയ ഡീമെറിറ്റ് ആണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇത്ര എറർ ബുക്കുകൾ കീപ്പ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഞാൻ ശരിക്കും നിങ്ങളെ ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്പീച്ചിന് വരുന്നതിന് മുമ്പ് ഒരു സിമ്പിൾ കാര്യം ചെയ്തു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പഴയതുപോലെയല്ല, എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. ഞാൻ ചുമ്മാ ChatGPT എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ അത് കൊടുത്തു. അപ്പോൾ അതിനകത്ത് കിട്ടിയ ആൻസർ എന്നൊക്കെ പറയുന്നത്, അതായത് ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ChatGPTയിൽ: ഹൗ ടു പ്രിപ്പയർ ഫോർ ഫിസിക്സ് ഫോർ JEE അഡ്വാൻസ് വൈൽ ഡൂയിങ് റിപ്പീറ്റേഴ്സ് കോച്ചിങ് ആഫ്റ്റർ +2. ഇതാണ് ഞാൻ കൊടുത്ത ക്വസ്റ്റ്യൻ. ഇതിന് കിട്ടിയ ആൻസറുകൾ ഞാൻ വായിക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് മിക്കവാറും വന്നാണ്. എന്ന് വെച്ചാൽ ഇത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞാണെന്ന് വിചാരിക്കരുത്, ഇത് കുറേ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാവുന്ന തന്നെയാണ്, അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് വായിക്കാം, പെട്ടെന്ന് വായിച്ച് നമുക്ക് ഈ സ്പീച്ച് നിർത്താം. സിൻസ് യു ആർ എ റിപ്പീറ്റർ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. സിൻസ് യു ആർ എ റിപ്പീറ്റർ, ആഫ്റ്റർ ക്ലാസ് 12 യുവർ ഗോൾ ഈസ് നോട്ട് ലേണിംഗ് ഫിസിക്സ് അഗെയിൻ, ഇറ്റ്സ് converting your existing knowledge into advanced level problem solving ability. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോയിന്റ്. എപ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മുടെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യുന്നവർ, അതായത് 10ാം ക്ലാസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് സബ്ജക്റ്റ് പഠിച്ച് അതുവഴി പ്രോബ്ലംസിലേക്ക് കയറുകയാണ്. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് സമയം കുറവാണ്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട് പ്ലസ് 2 പഠിച്ച്. അതിനെ പ്രോബ്ലം സോൾവിങ് രീതികളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. പക്ഷേ ഞാൻ അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് വൺ, വാട്ട് ആക്ച്വലി ഇംപ്രൂവ് JEE അഡ്വാൻസ്ഡ് ഫിസിക്സ് മാർക്ക് ഓർ ഫിസിക്സ് റാങ്ക് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിന് JEE അഡ്വാൻസ്ഡ് ഫിസിക്സ് റിവാർഡ്സ് ഒന്ന്, ഡീപ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. ക്ലിയർ ആണ്. എല്ലാ ചാപ്റ്ററും പഠിക്കുമ്പോൾ, ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിനകത്തുള്ള ഇക്വേഷൻസ് അല്ല പഠിക്കേണ്ടത്, അതിൻ്റെ കോൺസെപ്റ്റുകളാണ് പഠിക്കേണ്ടത്. ഞാൻ റയോപ്റ്റിക്സ് ഓൺലൈൻ എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു, പല ക്വസ്റ്റ്യൻസും നമുക്ക് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാൻ 1-2 സ്റ്റെപ്പുകളെ ആവശ്യമുള്ളൂ. പക്ഷെ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ട തോട്ട് പ്രോസസ്, ദ കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് അതാണ്, ഡീപ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. അടുത്ത രണ്ടാമത്തത്, മൾട്ടി കോൺസെപ്റ്റ് പ്രോബ്ലം സോൾവിങ്. പല കോൺസെപ്റ്റുകളെ മിക്സ് ചെയ്തുള്ള പ്രോബ്ലംസ് ചെയ്യാം. വിഷ്വലൈസേഷൻ, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യാനുള്ള നമ്മുടെ ഒരു എബിലിറ്റി. എറർ ഫ്രീ കാൽക്കുലേഷൻസ്, അത് ഒരുപാട് പേർക്ക് പറ്റുന്നതാണ്. എപ്പോഴും വിളിച്ച് കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, സാറേ എല്ലാം ശരിയായി പക്ഷേ അവസാനം കാൽക്കുലേഷൻ തെറ്റിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ശരിയായി അവസാനം കാൽക്കുലേഷൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാലും, ഒന്നും ശരിയായില്ലെന്ന് പറഞ്ഞാലും നെറ്റ് റിസൾട്ട് ഒന്ന് തന്നെയാണ്, നെഗറ്റീവ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എറർ ഫ്രീ കാൽക്കുലേഷൻസ് ചെയ്യാൻ വളരെ കെയർഫുൾ ആയിരിക്കാം. പാറ്റേൺ റെക്കഗ്നൈസേഷൻ ഫ്രം PIQs ആണ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കണ്ട ഒരു സെന്റൻസ് എന്താണെന്നറിയോ? ഇറ്റ് ഈസ് മച്ച് ലെസ് അബൌട്ട് മെമ്മറൈസിങ് ഫോർമുലാസ്. ഈ അഡ്വാൻസ്ഡ് പരീക്ഷ ഒരു ഫോർമുല ബേസ്ഡ് പരീക്ഷയല്ല. കാരണം 15 ഫിസിക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് IIT അഡ്വാൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ 15 ക്വസ്റ്റ്യനകത്ത് 13 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഇരുന്ന് തയ്യാറാക്കേണ്ടി വരും. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് അല്ല ഉപയോഗിക്കേണ്ടി വരിക. 15 ക്വസ്റ്റ്യൻ ഫിസിക്സിനകത്തുണ്ടെങ്കിൽ 13 ക്വസ്റ്റ്യന്റെയും കണ്ടുപിടിക്കാനുള്ള, ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സാം ഹാളിൽ ഇരുന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് വരും, നിങ്ങൾ കണ്ടുപിടിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഞാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങി അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞിരുന്നു, ശരിക്കും നമ്മൾ ആഹാരം കഴിക്കാനല്ല പഠിക്കേണ്ടത്, ആഹാരം കുക്ക് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇറ്റ്സ് ഓൾ അബൌട്ട് കുക്കിംഗ് ആൻഡ് നോട്ട് അബൌട്ട് ഈറ്റിംഗ് എന്നാണ് നമ്മൾ ഫിസിക്സിനെ കുറിച്ച് പറയാറുള്ളത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം അതിലെവിടെയെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തിയാണ് IIT ക്വസ്റ്റ്യൻ അവർ ടെസ്റ്റ് ചെയ്ത് വേറൊരു വഴിക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് പല ക്വസ്റ്റ്യൻസും നോക്കിയാൽ, വേണമെങ്കിൽ ഓരോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ നോക്കിയാൽ തന്നെ അതിനകത്ത് ടെസ്റ്റ് റിയലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ലേണിംഗ് ഫോർമുലാസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ലേണിംഗ് ഹൗ ദീസ് ഫോർമുലാസ് ആർ മെയ്ഡ്. എന്ത് ഐഡിയയിലൂടെ പ്രൊസീഡ് ചെയ്താണ് ഈ ഫോർമുലാസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. അത് അതേപടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി ഫിസിക്സ് പ്ലാനിനെ കുറിച്ചൊക്കെ അവർ പറയുന്നത് എന്താണെന്നറിയോ? എഴുതിക്കുന്നത് കോച്ചിങ് ക്ലാസ് ആണ്. അതായത് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ആഫ്റ്റർ കോച്ചിങ് സ്പെൻഡ് 1 to 1.5 hours ഓൺ ദാറ്റ് ടോപ്പിക്. ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, 2 മണിക്കൂറിന്റെ ഒരു കോച്ചിങ് കഴിഞ്ഞാൽ 1 മുതൽ 1.5 മണിക്കൂർ വരെ നിങ്ങൾ ആ പഠിപ്പിച്ച ടോപ്പിക്കുകളിലേക്ക് സ്പെൻഡ് ചെയ്യണം. അതെങ്ങനെ സ്പെൻഡ് ചെയ്യണം? ക്ലാസ്സിൽ എഴുതിയെടുത്ത നോട്ടുകൾ വായിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ തന്നിട്ടുണ്ടെങ്കിൽ ആ റെലവന്റ് ടോപ്പിക്ക് വായിക്കണം. ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കണം.
ഞാൻ ആ റയോപ്റ്റിക്സ് എടുത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഓൺലൈൻ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൽ 2-3 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് കടന്ന് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും പറ്റുമെങ്കിൽ JEE മെയിൻ ലെവലിലുള്ള ആ ക്വസ്റ്റ്യനും ഒക്കെ ഒന്ന് ആ 1.5 മണിക്കൂറിന് ചെയ്യാൻ പറ്റിയാൽ യു ആർ ഓൺ ദ ടാർഗറ്റ്. നിങ്ങൾ കൃത്യമാണ് അവിടെ പോകുന്നത്. അതിനുശേഷം ഫോർ എവറി ചാപ്റ്റർ എഴുതിയിരിക്കുന്നതാണ് റിവൈസ് തിയറി, റൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആൻഡ് ഓൾസോ സോൾവ് കോച്ചിങ് മൊഡ്യൂൾ ഗീവൺ ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ഫോർമുലാസ് എടുക്കുകയും നമ്മുടെ സെന്ററിൽ നിന്ന് തരുന്ന കോച്ചിങ് മോഡ്യൂൾസ് തീർച്ചയായിട്ടും എന്താണ് സോൾവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത രീതി എന്ന് പറയുന്നത്. പിന്നെ അഡ്വാൻസ് പ്രോബ്ലം പ്രാക്ടീസിന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആഫ്റ്റർ മോഡ്യൂൾ കംപ്ലീഷൻ കോച്ചിങ് മോഡ്യൂൾ അഡ്വാൻസ്ഡ് എക്സസൈസസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നിങ്ങൾക്ക് തരുന്ന കോച്ചിങ് മോഡ്യൂളിലുള്ള അഡ്വാൻസ് ടൈപ്പ് പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതിനുശേഷം ഷെഡ്യൂൾഡ് അഡ്വാൻസ്ഡ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നല്ല ബുക്കുകൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുകയും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കുകയും ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് ലെവൽ 3 പറയുന്നത് JEE അഡ്വാൻസ്ഡ് PYQs. അതായത് ഇതെല്ലാം ചെയ്തതിന് ശേഷമേ നിങ്ങൾ PYQs നോക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. മെനി എക്സ്പീരിയൻസ്ഡ് ആസ്പിരൻസ് recommended not jumping directly into PYQ before sufficient chapter practice because PYQ often combine multiple concepts ആണ്. അതായത് ഈ IIT പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള വലിയ റാങ്ക് കിട്ടിയിട്ടുള്ള പല കുട്ടികളും നേരിട്ട് ഹൈ ലെവൽ പ്രോബ്ലംസിലോട്ടോ PYQസിലോട്ടോ ജമ്പ് ചെയ്തവരല്ല. കാരണം PYQസും ഹൈ ലെവൽ പ്രോബ്ലംസും പല ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റുകളും മിക്സ് ചെയ്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും അറിയാമായിരിക്കണം, അതിനെ കണക്ട് ചെയ്യാനും അറിയാമായിരിക്കണം. അതുകൊണ്ട് തുടക്കത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സാധാരണ ക്വസ്റ്റ്യൻസും JEE മെയിൻ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസുമാണ്. അഡ്വാൻസ് ക്വസ്റ്റ്യന് നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം. യു ഹാവ് ടു വെയിറ്റ് അണ്ടിൽ many chapters are completed. കാരണം മിക്സ്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ വരും. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെയാണ്. മെയിൻറ്റെയിൻ എ ഫിസിക്സ് മിസ്റ്റേക്ക് നോട്ട്ബുക്കാണ്. ഒരു ഫിസിക്സ് മിസ്റ്റേക്ക് നോട്ട്ബുക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്ത് എഴുതിയിടേണ്ട കാര്യങ്ങൾ റൈറ്റ് കോൺസെപ്ച്വൽ മിസ്റ്റേക്സ്, സൈൻ കൺവെൻഷൻ മിസ്റ്റേക്സ്, കാൽക്കുലേഷൻ എറേഴ്സ്, ക്വസ്റ്റ്യൻസ് യു കനോട്ട് സോൾവ്. ഇതൊക്കെയാണ് അതിനകത്ത് എടുക്കേണ്ടത്. ആൻഡ് റിവൈസ് ദിസ് നോട്ട്ബുക്ക് എവറി സൺഡേ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ എറർ ഫ്രീ ആണ്. ഇത്തരത്തിലൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ എറർ ബുക്ക് തയ്യാറാക്കി ആ എറർ ബുക്ക് എല്ലാ സൺഡേ റിവൈസ് ചെയ്യണമെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങളുടെ ഫൈനൽ IIT അഡ്വാൻസ്ഡ് എക്സാമിനേഷന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണോ, ഇപ്പോൾ കിട്ടാനുള്ള മാർക്ക് എത്രയാണോ, ആ മാർക്കിനെക്കാളും അറ്റ്ലീസ്റ്റ് ഒരു 30 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. ആൻഡ് 30 മാർക്സ് എന്ന് പറയുന്നത് IIT റാങ്ക് ആയിട്ട് വരുമ്പോൾ അത് വളരെ ഹൈ റാങ്കുകളിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് അതും വളരെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സിമ്പിൾ കാര്യങ്ങളാണ്. ഒരു എറർ ബുക്ക് ഉണ്ടാക്കുന്നതും അതിലേക്ക് റിവൈസ് ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഡ്രോ ഡയഗ്രാം, ഐഡന്റിഫൈ പ്രിൻസിപ്പിൾസ്, റൈറ്റ് ഇക്വേഷൻസ് ആൻഡ് സോൾവ്. ഞാൻ സ്ഥിരം നിങ്ങളോട് പറയുന്നതാണ്, ഒരു ഫിസിക്സിലെ ഒരു പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് അതിലെ മാത്തമാറ്റിക്സിനല്ല പ്രാധാന്യം, അതിനകത്തുള്ള ഫിസിക്സ് കോൺസെപ്റ്റിനാണ് പ്രാധാന്യം. ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 3ാമത്തെ സ്റ്റേജ് മാത്രമാണ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആ ഫിസിക്കൽ പിക്ചർ തയ്യാറാക്കണം. ആ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്ന ഐഡിയ വെച്ച് റഫ് ആയിട്ടെങ്കിലും ഒരു ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ റയോപ്റ്റിക്സ് എടുത്ത സമയത്ത് റഫ് റേ വരയ്ക്കുന്നതിന്റെ പ്രാധാന്യം ഞാൻ പലതവണ പറഞ്ഞതാണ്. ആ റഫ് റേ ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര സ്റ്റേജസ് ഉണ്ടെന്ന് അറിയാൻ, ഓരോ സ്റ്റേജിലെ സൈൻ കൺവെൻഷൻ അറിയാൻ, അതുപോലെ തന്നെ ഫൈനലായിട്ട് ഇമേജ് കിട്ടുമ്പോൾ ആ ഇമേജിന്റെ നേച്ചർ റിയൽ ആണോ വെർച്വൽ ആണോ എന്ന് അറിയാൻ. ഇതിനൊക്കെ നമ്മൾ ഉപയോഗിച്ച വെറുതെ റഫായിട്ട് വരച്ച് കളഞ്ഞ ഒരു റേ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടാണ് ആ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ആ വിഷ്വലൈസേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവരാം. എന്ത് ഐഡിയ വെച്ചാണ് ഇവിടെ ചെയ്യേണ്ടത്? റയോപ്റ്റിക്സിൽ ഞാൻ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഫൈനൽ ഇമേജ് ഇനിഷ്യൽ ഒബ്ജക്റ്റുമായിട്ട് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ ആ കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റേജിൽ ഇമേജ് ഉണ്ടാകുന്ന പൊസിഷൻ ആ മിററിന്റെ സെന്റർ ഓഫ് കർവച്ചർ ആയിരിക്കണം എന്നുള്ള ഒറ്റ കാര്യം കോൺസെപ്ച്വലി സാറ്റിസ്ഫൈ ചെയ്താൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പൊ അതൊക്കെ പറഞ്ഞു ഓർക്കുക. ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ തേർഡ് സ്റ്റേജിൽ അതിന്റെ മാത്തമാറ്റിക്സ് കൊണ്ടുവന്ന് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാനൊക്കെ ഉള്ളൂ. അപ്പൊ മാത്തമാറ്റിക്സിന് എപ്പോഴും തേർഡ് ചാൻസ് ആണ് ആ ഫിസിക്സിലുള്ളത്. ഫിസിക്സിൽ ഫസ്റ്റ് വിഷ്വലൈസേഷൻ ആണ്, സെക്കൻഡ് കോൺസെപ്റ്റ് ബിൽഡിംഗ് ആണ്, തേർഡ് സ്റ്റെപ്പിലാണ് ആ കാൽക്കുലേഷൻ വരുന്നത്. പല കുട്ടികളും അങ്ങനെയല്ല, ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആ ഇക്വേഷൻ എഴുതി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല ഫിസിക്സിലെ പ്രോബ്ലം ചെയ്യുന്നത്. മാത്തമാറ്റിക്സ് ഒരു വലിയ സബ്ജക്റ്റ് ആണ്, പക്ഷെ മാത്തമാറ്റിക്സിന് വേണ്ടി ഒരു പ്രത്യേക പരീക്ഷ നിങ്ങൾക്ക് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ആ മാത്തമാറ്റിക്സിന്റെ പരീക്ഷ വെച്ച് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട്. ഫിസിക്സിൽ ചെക്ക് ചെയ്യുന്നത് ഈ ഫിസിക്സിലെ കോൺസെപ്റ്റുകളെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പൊ അതും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ടിപ്പിക്കൽ വർക്ക് പാറ്റേൺ പോലെ പറയുന്നത് തന്നെ എങ്ങനെയാണ്? 2 to 3 hours നിങ്ങൾ
ഇത് പറയുന്നതാണ്, ഒരു ദിവസത്തെ ഏകദേശം ടാർഗറ്റ് പറയുന്നതാണ് 2 to 3 hours ഫിസിക്സ് ഡെയിലി ആണ്. ഒരാഴ്ചയിലുള്ള കാര്യമാണ് 2 to 3 hours ഫിസിക്സ് ഡെയിലി. ഒരാഴ്ചയിൽ 2 മുതൽ 3 മണിക്കൂർ വരെ നിങ്ങൾ ഫിസിക്സ് ഒരു ദിവസം പഠിക്കണം. മാത്രമല്ല 100 to 150 ക്വാളിറ്റി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് എവരി വീക്ക്. ഓരോ ആഴ്ചയും ക്വാളിറ്റി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു 100 മുതൽ 150 വരെ ചെയ്യണം. PYQs കമ്പൈൽ ചെയ്യണം, അതിനെ സോൾവ് ചെയ്ത് പഠിക്കണം, റെഗുലർ ആയിട്ട് ടെസ്റ്റുകൾ എഴുതണം, അതുപോലെ തന്നെ എറർ അനാലിസിസ് കൃത്യം നടത്തണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ലാസ്റ്റ് പറഞ്ഞ നമുക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് സംഭവിക്കുന്നതെന്ന് റിയലൈസ് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ടുവരികയും വേണം. അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെടുത്തി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇത് ഫിനിഷ് ചെയ്യാണ് ഈ ടോക്ക്. അതായത് ഇനിഷ്യലി നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ JEE മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് പഠിക്കേണ്ടത്. കാരണം JEE മെയിനും JEE അഡ്വാൻസിനും ഏകദേശം ഒരേ കോൺസെപ്റ്റുകൾ തന്നെയാണ് വരുന്നത്. ആകെയുള്ള ഒരു വ്യത്യാസം, JEE മെയിൻ്റെ കേസിൽ നിങ്ങൾ ഡയറക്റ്റ് കോൺസെപ്റ്റ് ഉപയോഗിച്ച് പല ക്വസ്റ്റ്യൻസും ചെയ്യുന്നു. JEE അഡ്വാൻസിൽ 2ഉം 3ഉം ചാപ്റ്ററിൽ വരുന്ന കോൺസെപ്റ്റുകളെ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ JEE മെയിൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് അറിയാം. പക്ഷേ നിങ്ങൾ JEE അഡ്വാൻസിലേക്ക് പോകുമ്പോൾ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് അറിയാവുന്ന കോൺസെപ്റ്റുകളെ മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈവൻ ഇഫ് നിങ്ങൾ നമ്മളെ ഫസ്റ്റ് JEE മെയിൻ നടക്കുന്ന ജനുവരിയിൽ എത്തുമ്പോൾ അഡ്വാൻസ് ലെവൽ അത്രത്തോളം പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ JEE മെയിൻ ലെവൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റുകളും പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ JEE മെയിൻ നല്ല സ്കോർ ജനുവരിയിൽ തന്നെ എഴുതിയെടുത്താൽ പിന്നെ ജനുവരി പകുതിയുണ്ട്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യുടെ പകുതി കിട്ടും. ഏകദേശം 4-5 മാസത്തോളം ടൈം കിട്ടും. നമ്മൾ ഒരുപാട് പരീക്ഷകൾ നടത്തുന്ന സമയം, വലിയ വെറൈറ്റി ക്വസ്റ്റ്യൻസിൽ പരീക്ഷ നടത്തുന്ന സമയം, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് ഡിസ്കഷൻ നടത്തുന്ന സമയം, പ്രത്യേകിച്ച് ക്ലാസ് റൂം ക്ലാസ് ഒന്നും ഇല്ലാത്ത സമയം, 5 മാസം. ആ 5 മാസം കൊണ്ട് നിങ്ങൾ ഓൾറെഡി തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന JEE മെയിൻ കോൺസെപ്റ്റുകളെ മിക്സ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി, പ്രാക്ടീസും ചെയ്താൽ മതി. ഈസി ആയിട്ട് ഹൈ സ്കോറിലൂടെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ പറ്റും. അപ്പൊ ശരിക്കും അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് അന്ന് എന്നിട്ട് പഴയ PYQ എടുത്ത് നോക്കിയാൽ നമ്മൾ അതിലേക്ക് എത്തിച്ചേരണമെന്നില്ല ഒറ്റയടിക്ക്. അപ്പൊ നമ്മൾ സാധാരണ കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്യേണ്ട. കീപ് തിങ്സ് സിമ്പിൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. പക്ഷേ ബി കൺസിസ്റ്റന്റ് ഓൾസോ. സിമ്പിൾ ആയിട്ട് പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് എന്നാണ് പറയുന്നത്. ആ സ്റ്റഡിനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ. ഓക്കെ, എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞാണ്. എല്ലാം ഇറ്റ് ഈസ് അപ് ടു യു. ഓരോരുത്തർക്ക് അവരുടേതായ ചില രീതികളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, എപ്പോഴും നമ്മുടെ രീതികളെ റിക്വയർമെന്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് വലിയ ഫിനോമിനാസ് ഉണ്ടാവുന്നത് പറയാറുണ്ട്. അപ്പം എനിക്ക് മോഹൻലാൽ ഫാനാണ്, വളരെ മോഹൻലാൽ ഫാനാണ് ഞാൻ ഈ മോഹൻലാലിന്റെ അഭിനയത്തെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം, പുള്ളിയുടേതായ കുറെ സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കഥാപാത്രവുമായിട്ട് പുള്ളി അതിനെ കൊണ്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്കെല്ലാം അത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. അതാണ് ഞാനും ഈ IIT കേസിലും മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടേതായ സ്വഭാവങ്ങളും നമ്മുടെ പ്രിപ്പറേഷൻ രീതികളുണ്ട്. അതിന് IIT റിക്വയർമെന്റുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്താൽ, ഈ കറക്റ്റ് മാച്ചിങ്ങിന് ഫിസിക്സ് ഒരു പേരുണ്ട്. എന്താണത്? പറയൂ, എന്താണ് ഫിസിക്സിൽ ആ കറക്റ്റ് മാച്ചിങ്ങിന് പറയുന്ന പേര്? വാട്ട് ഈസ് ദ വേർഡ് ഫോർ കറക്റ്റ് മാച്ചിങ് ഇൻ ഫിസിക്സ്? എന്താണ്? നമ്മൾ പല ചാപ്റ്ററിലും പറയുന്നതാണ്. അതായത് നമ്മുടെ രീതികളെ പുറത്തുനിന്ന് വരുന്ന രീതികളുമായിട്ട് മാച്ച് ചെയ്യാം. പറയൂ, എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ദാറ്റ്? നമ്മുടെ രീതികളെ പുറത്തുനിന്ന് വരുന്ന രീതികളുമായിട്ട് മാച്ച് ചെയ്യാം. നമ്മൾ ഓസിലേഷനിലും നമ്മൾ AC-യിലും നമ്മൾ വേവ്സിലും ഒക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡ്, സ്റ്റാർട്ടിംഗ് വിത്ത് ലെറ്റർ R. കുറച്ച് പറയോ? റെസണൻസ്. യെസ്, ദാറ്റ്സ് റിക്വയർഡ്. അതാണ് നമ്മുടെ IIT ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ആവശ്യം, ദ റെസണൻസ്. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.